നമ്മളെല്ലാവരും ലൈഫിൽ പല ആവശ്യങ്ങൾക്ക് ലോൺ എടുക്കുന്നുണ്ട്, ശരിയല്ലേ? ആ ലോൺ ഒരു ഗുഡ് ഡെപ്റ്റ് ആണോ ബാഡ് ഡെപ്റ്റ് ആണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഏകദേശം 80% ആൾക്കാർ എടുത്ത ലോണും അവരറിഞ്ഞോ അറിയാതെയോ അതൊരു ബാഡ് ഡെപ്റ്റ് ആയിട്ടാണ് വരാറ്. ബാഡ് ഡെപ്റ്റിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാം ഫെമിലിയർ ആണ്. നമ്മൾ EMI ഇട്ട് വാങ്ങുന്ന ഫോണ്, നമ്മൾ EMI ഇട്ട് വാങ്ങുന്ന ലക്ഷറി കാർ, നമ്മൾ EMI ഇട്ട് വാങ്ങുന്ന ലക്ഷറി ഹൗസസ്, ഇതെല്ലാം തന്നെ ബാഡ് ഡെപ്റ്റ് ആണ്. നമ്മുടെ നിലവിലുള്ള ഇൻകം വെച്ചിട്ടാണ് നമ്മൾ ഇത് റീപേ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബാഡ് ഡെപ്റ്റ് അല്ലേ? ഗുഡ് ഡെപ്റ്റിന് എക്സാമ്പിൾ പറഞ്ഞാലേ ബിസിനസ് ലോണ്, റെന്റൽ പ്രോപ്പർട്ടി ബൈ ചെയ്യാനുള്ള ലോണ്, കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ബൈ ചെയ്യാനുള്ള ലോണ്, ഇതെല്ലാം തന്നെ നമുക്ക് ഗുഡ് ഡെപ്റ്റ് ആയിട്ട് കാണാം. ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ച് ഈ ലോൺ തിരിച്ചടയ്ക്കുന്നതിനാൽ ആ ലോണിനെ നമുക്ക് എന്ത് പറയാം? ഗുഡ് ഡെപ്റ്റ് എന്ന് പറയാം. നോർമലി റിച്ച് ആയിട്ടുള്ളവരെല്ലാം തന്നെ ഗുഡ് ഡെപ്റ്റ് ആണ് എടുക്കാറ്. സോ യു ഡിസൈഡ് വിച്ച് ഡെപ്റ്റ് യു വാണ്ട്.